കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നു. ആശുപത്രി ആക്രമണത്തിന്റെ റിപ്പോർട്ട് ബംഗാൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. സിബിഐയുടെ തൽസ്ഥിതി റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബന സിയാദ് ഉണ്ട്. ഷബന, രാജ്യമനസാക്ഷിയെ ആകെ ഞെട്ടിച്ച കേസാണ്. സുപ്രീം കോടതി അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. കേസ് പരിഗണനയ്ക്കെടുത്തോ? എങ്ങനെയാണ് കോടതി നടപടികൾ പുരോഗമിക്കുന്നത്? അതിന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച് ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ തന്നെ നിയോഗിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും കോടതി തന്നെ ഇത്തരത്തിലൊരു സംഘത്തെ നിയമിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ആശുപത്രിയുടെ സുരക്ഷ സംബന്ധിച്ച് ചില സുപ്രധാനമായ മാർഗനിർദ്ദേശങ്ങൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഏകദേശം 10ഓളം മാർഗനിർദ്ദേശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നിപ്പോൾ സിബിഐയുടെ അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആശുപത്രി ആക്രമണ റിപ്പോർട്ട് സംബന്ധിച്ച് ബംഗാൾ പോലീസും ഇന്ന് വിശദീകരണം നൽകി കഴിഞ്ഞു. സമരം ചെയ്യുന്ന ഡോക്ടർമാർ ജോലിയിലേക്ക് മടങ്ങണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഏതെങ്കിലും തരത്തിൽ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഡോക്ടർ സമരം നടത്തരുത് എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുന്നു. ഡോക്ടർമാർ 36 മണിക്കൂറുകളോളം ജോലിയെടുക്കുന്നു എന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഇതിനിടെ. അതുപോലെ ഡോക്ടർമാർ ജോലിയിലേക്ക് മടങ്ങണം എന്ന് ആവർത്തിച്ച് കോടതി പറയുന്നു. പ്രതിഷേധിച്ച ഡോക്ടർമാർക്കെതിരെ പ്രതികാര നടപടി പാടില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. റെസിഡന്റ് ഡോക്ടർമാരുടെ പ്രതിനിധിയെയും ഉൾപ്പെടുത്തണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അന്വേഷണവും ആശുപത്രിയിലെ മറ്റു കാര്യങ്ങൾക്കുമായി റെസിഡന്റ് ഡോക്ടർമാരുടെ ആവശ്യങ്ങളും NTF കേൾക്കും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ പ്രത്യേക ദൗത്യ സംഘം ഇത്തരം ആവശ്യങ്ങളെല്ലാം പരിഗണിക്കും. എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകരെയും കേട്ട ശേഷമായിരിക്കും ഈ ദൗത്യ സംഘം, കോടതി നിയോഗിച്ച സംഘം തീരുമാനമെടുക്കുക. അതുപോലെ പ്രത്യേകമായി 48 മണിക്കൂർ തുടർച്ചയായി ഡ്യൂട്ടിയിൽ ക്ഷീണിതരാകുന്നു എന്ന് ഹർജിക്കാർ, അതായത് ഈ ഡോക്ടർമാരുടെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ച് വേണം ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ. കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ, അന്വേഷണം നടത്തുമ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ കേൾക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വാദം കോടതിയിൽ പുരോഗമിക്കുകയാണ്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. സിബിഐയുടെ തൽസ്ഥിതി റിപ്പോർട്ട് അടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം സമരം ചെയ്യുന്ന ഡോക്ടർമാർ ജോലിയിലേക്ക് മടങ്ങണം, രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബന സിയാദ് ലീഗൽ ഡെസ്കിൽ നിന്ന്.